ഇന്ന് ഓഗസ്റ്റ് 2, 2025 കർത്താവായ യേശു കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ കർത്താവായ യേശു പറയും, ബജ്രംഗദളാണ് ഈ അമ്മമാരെ ആക്രമിച്ച്, BJP സർക്കാരാണ്, ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റാണ് ഈ അമ്മമാരെ ജയിലിലടച്ചിട്ട് 6ാമത്തെ ദിവസം എന്തായാലും ഇന്ന് ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. 60 വയസ്സ് കഴിഞ്ഞവരാണ്, സ്ത്രീകളാണ്. ആ പരിഗണന വെച്ചിട്ട് എന്തായാലും അമ്മമാർക്ക് ഇന്ന് ജാമ്യം കിട്ടി. കർത്താവായ യേശു പറയാണ്, അല്ലയോ കരിമ്പുങ്കാലെ, നമ്മളുടെ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് ബജ്രംഗദളല്ലേ? താങ്കൾ എന്തിനാണ് ഇങ്ങനെ പച്ചയായ നുണകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ എന്തിനാണ് ഇത്രയും വിധേയത്വം കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ കരിമ്പിൻ കാലയുടെ മറുപടി ആയിരിക്കും വളരെ വിചിത്രം. അല്ല യേശുവേ, അതിന് തെളിവൊന്നുമില്ലല്ലോ, അത് അന്വേഷിച്ച് കണ്ടെത്തി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയാൽ പോരെ? ഇപ്പം നമ്മൾ അവരോട് പാദസേവ ചെയ്ത് നിൽക്കുന്ന സമയമല്ലേ കർത്താവേ? ഇപ്പം നമ്മൾ ബജ്രംഗദളിനെ കുറ്റം പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ബജ്രംഗദളിനെ ഇപ്പോൾ ഒറ്റപ്പെടുത്താൻ പാടുണ്ടോ? കാര്യം കേരളത്തിൽ അടുത്ത നിയമസഭയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കണ്ടേ? നമുക്കൊരു സീറ്റും കൂടെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പല സീറ്റുകൾ കൂടി വാങ്ങിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ കർത്താവ് എന്താണ് ഈ പറയുന്നത്? കർത്താവ് ഒന്ന് മിണ്ടാതിരിക്കൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുകയായിരിക്കും ചെയ്യുക ഈ കരിമ്പുംകാല. എൻ്റെ ബഹുമാനപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് പറയണം, എന്താണ് ഇദ്ദേഹത്തിൻ്റെ റോൾ എന്നൊന്നും എനിക്കറിയില്ല. അൾട്ടിമേറ്റ്ലി അദ്ദേഹം നിങ്ങളുടെ സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഇദ്ദേഹത്തിനെ കൊണ്ട് മറ്റുള്ളവർക്കായിരിക്കും ഗുണം. നിങ്ങളുടെ വീടുകളിലേക്കും നിങ്ങളുടെ അരമനകളിലേക്കും ഇനിയും ഇതേപോലത്തെ ആക്രമണങ്ങൾ വരും, ഉറപ്പാണ്. അതൊരു സുരേഷ് ഗോപി വിചാരിച്ചാലോ രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാലോ മാറ്റാൻ കഴിയില്ല. കൃത്യമായ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ വീടുകളിലേക്കും നിങ്ങളുടെ അരമനകളിലേക്കും വരും. അപ്പോഴും കരിമ്പുംകാലയ്ക്ക് സംശയം മാത്രമായിരിക്കും, ബജ്രംഗദളിനെയും അവരുടെ പോഷക സംഘടനകളെയും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ബൈബിളിൽ ഒരു വചനമുണ്ട്, സുഖപ്പെടുത്താൻ വേണ്ടി മുറിവ് തന്നവനാകുന്നു ദൈവം എന്ന് പറയുന്ന ആ വചനത്തെ കോട്ട് ചെയ്ത് ഞാനൊരു കാര്യം പറയട്ടെ. അവർ തന്നെ ആക്രമിച്ചു, അവർ തന്നെ അറസ്റ്റ് ചെയ്തു, അവർ തന്നെ തുറുങ്കിലടച്ചു, അവർ പറയുന്നു ഞങ്ങൾ ജാമ്യത്തിലിറക്കി എന്ന്. അപ്പം ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് ആക്രമിക്കുകയും തുറുങ്കിലടയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കരുത്. നന്ദി, നമസ്കാരം.